ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ യാത്ര ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരു പിസ്സ മേളമായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. ചിറ്റ പിസ്സയുടെ ഡൗ അല്ല ബേസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ സ്റ്റൈലില് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കാം. എക്സ്പ്രഷൻ ആദ്യം ഇടണം കേട്ടാ, എന്നിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഇടാൻ പാടുള്ളത്. മറ്റേ കുക്ക് ചെയ്യുമ്പോ സ്നേഹം വിളമ്പണ പോലെയാണ് എക്സ്പ്രഷൻ. അതെ, ഇത് ശ്രീകുട്ടന്റെയും കുഞ്ഞന്റെയും മാത്രം റെസിപ്പിയാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ടോപ്പിംഗ്സ് ഇട്ട് കൊടുത്തിട്ട് പിസ്സ സോസ് ഇല്ലാത്ത കാരണം ഉള്ള സോസൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സോസ്. കുഞ്ഞിന്റെ ബാല്യം വലിയ കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ സമയത്ത് നമ്മൾ നഴ്സറി പഠിക്കാൻ വേണ്ടി പൂനെയിലോട്ട് പോയി. അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇച്ചിരി നേരം കിട്ടിയാൽ ഞങ്ങൾ ആദ്യം റീല് ചെയ്യലും ഞങ്ങളുടെ വൈബുമായിട്ട് എൻജോയ് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഒരു റീല് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേസായിട്ട് കുറച്ച് സോസും അതിൻ്റെ മുകളിൽ മസാല ചീസും പിന്നെ ടോപ്പിങ്സ് ആയിട്ട് ചിക്കനും സോയ പൊരിച്ചതും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. ആകെ കൂടി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒലിവും അതോടൊപ്പം തന്നെ നമ്മുടെ പിസ്സ സീസണിങ് ആയിട്ടുള്ള ഹെർബ്സ് ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു. അതൊക്കെ വെച്ച് വീണ്ടും മസാലയൊക്കെ വെച്ച് അവർ കാണുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ചെയ്തെടുത്ത് ഒരു ഓവനിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരെ റെസിപ്പി ആയതുകൊണ്ട് പറയല്ല, സംഭവം കിടുമായിരുന്നു കേട്ടോ. അവരുടെ കൂടെയുള്ള ടൈമുകളെ ഇതുപോലെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ.